കൊച്ചിയിൽ ഒരു മണിക്കൂറിനുള്ളിൽ പെയ്തത് 98.4 മില്ലിമീറ്റർ മഴ. കുസാറ്റ് ക്യാമ്പസിലെ മാബിനിയിലാണ് മഴയുടെ അളവ് രേഖപ്പെടുത്തിയത്. ശ്യാം ദേവരാജ് വിശദാംശങ്ങളുമായി. ശ്യാം, വളരെ ശക്തമായിട്ടുള്ള മഴയാണ് കൊച്ചിയുടെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളത്തിനടിയിലായി. ഏതാണ്ട് നഗരങ്ങളും വെള്ളത്തിനടിയിലാകുന്ന സ്ഥിതിവിശേഷമാണ് പെയ്തത്. അതിതീവ്ര മഴയാണ് പെയ്തിരിക്കുന്നത്. കൊച്ചിയിൽ അതിതീവ്ര മഴ തന്നെയാണ് എന്നാണ് കൊച്ചിയിൽ നിന്നുള്ള കാലാവസ്ഥാ വിദഗ്ധർ, പ്രത്യേകിച്ചും കുസാറ്റ് ക്യാമ്പസിലെ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം വ്യക്തമാക്കുന്നത്. കുസാറ്റ് ക്യാമ്പസിൽ മാത്രം, അല്ലെങ്കിൽ കൊച്ചി നഗരത്തിൽ മാത്രം കഴിഞ്ഞ ഒരു മണിക്കൂറിനുള്ളിൽ, അതായത് 11 മണി മുതൽ 12 മണി വരെയുള്ള സമയത്ത് ഏതാണ്ട് 98.4 മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത്. ഇത് സാധാരണയിലേക്കാൾ കൂടുതൽ മഴയാണ്, അതായത് കനത്ത മഴയാണ് രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശങ്ങൾ മുഴുവൻ വെള്ളത്തിലായത് എന്ന് തന്നെ കരുതണം. മേഘവിസ്ഫോടനമാണോ എന്ന കാര്യത്തിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഔദ്യോഗികമായി എന്തെങ്കിലും ഒരു സ്ഥിരീകരണം നൽകുന്നില്ല. കാരണം അത്തരം കാര്യങ്ങളിൽ തൽക്കാലം ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടാകാതെ, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും അത്തരം ഒരു കാര്യം ഉണ്ടാകാതെ നമുക്ക് മേഘവിസ്ഫോടനമാണോ എന്ന കാര്യത്തിൽ നമുക്കൊരു തീർത്ത് പറയാനാകില്ല. പക്ഷേ കുസാറ്റിലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് ഇത് അതിനുള്ള സാധ്യതയുണ്ട് എന്ന കാര്യമാണ്. മേഘവിസ്ഫോടനമാകാം, അതിനുള്ള സാധ്യതയുണ്ട് എന്ന കാര്യമാണ് സംസ്ഥാന കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം വ്യക്തമാക്കുന്നത്. ഇത് കാലവർഷമല്ല, കാലവർഷത്തിന്റെ ഭാഗവുമല്ല. കാരണം കാലവർഷമാണോ എന്ന് കണക്കാക്കുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളുടെ പരിധിയിൽ നിലവിലെ മഴ, അല്ലെങ്കിൽ ഈ 2 ദിവസമായി തുടരുന്ന, അല്ലെങ്കിൽ ഇന്ന് ഉള്ള മഴ അതിന്റെ പരിധിയിൽ വരില്ല എന്ന കാര്യവും കൂടിയാണ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഇടിയും മിന്നലും ഉൾപ്പെടെ രാവിലെ കൊച്ചി നഗരത്തിൽ ഉണ്ടായിരുന്നു. ഇത് കാലവർഷത്തിന്റെ ഭാഗമല്ല. നിലവിൽ കാറ്റിന്റെ ദിശയിലും വ്യത്യാസമുണ്ട്. ആ കാറ്റിന്റെ ദിശ, അതായത് അറബിക്കടലിൽ നിന്ന് വരുന്ന കാറ്റിന്റെ ദിശയിലടക്കം വ്യത്യാസമുണ്ട്. അതുകൂടി പരിഗണിച്ചാൽ ഇത് കാലവർഷമല്ല എന്ന കാര്യമാണ് വ്യക്തമാക്കുന്നത്. അടുത്ത 2 ദിവസവും കൂടി മഴ തുടരാം. പക്ഷേ ആ 2 ദിവസവും കൂടി തുടരുന്ന മഴ ഇത്രയും തീവ്രതയോടുകൂടി ഉണ്ടാകില്ല എന്ന കാര്യമാണ്. അതായത് മഴയുടെ തീവ്രത അടുത്ത 2 ദിവസത്തിനുള്ളിൽ കുറയും എന്ന കാര്യവും കൂടി സംസ്ഥാന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നുണ്ട്. അറബിക്കടലിൽ നിന്ന് വരുന്ന മഴമേഘങ്ങളാണ് നിലവിലെ മഴയ്ക്ക് കാരണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നുണ്ട്. വടക്ക് പടിഞ്ഞാറൻ കാറ്റാണ് ഇപ്പോഴത്തെ കനത്ത മഴയ്ക്ക് കാരണം. ഇത് കാലവർഷമല്ല എന്ന് പറയാൻ കാരണം, പടിഞ്ഞാറൻ കാറ്റാണെങ്കിലാണ് ഇത് കാലവർഷം എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. പക്ഷേ ഇത് പടിഞ്ഞാറൻ കാറ്റല്ല, വടക്ക് പടിഞ്ഞാറൻ കാറ്റാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. അതിന്റെ ഭാഗമായാണ് ഈ കനത്ത മഴ എന്ന് കൂടിയാണ് സംസ്ഥാന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. എന്തായാലും കൊച്ചിയിൽ കഴിഞ്ഞ ഒരു മണിക്കൂറിനുള്ളിൽ പെയ്തത്, അതായത് 11 മണി മുതൽ 12 മണി വരെയുള്ള സമയത്ത് ഒരു മണിക്കൂറിനുള്ളിൽ പെയ്തത് 98.4 മില്ലിലീറ്റർ മഴയാണ്. ഇത് കുസാറ്റ് ക്യാമ്പസിലെ മഴ മാബിനിയിലാണ് ഇക്കാര്യം രേഖപ്പെടുത്തുകയും ചെയ്തത്. ഈ മഴയുടെ തീവ്രത രേഖപ്പെടുത്തുകയും ചെയ്തത് കുസാറ്റിലെ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമാണ്. ശ്യാം ദേവരാജാണ് വിശദാംശങ്ങൾ നൽകിയത്. കൊച്ചിയിൽ കഴിഞ്ഞ ഒരു മണിക്കൂറിൽ പെയ്തത് 98.4 മില്ലിമീറ്റർ മഴയാണ്. കുസാറ്റ് ക്യാമ്പസിലെ മാബിനിയിലാണ് മഴയുടെ അളവ് രേഖപ്പെടുത്തിയിട്ടുള്ളത്.